ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അവരീന്ദ്രനാഥനെ ഏവരും പുകഴ്ത്തി. രഘുനന്ദനൻ മറ്റൊരു കാര്യം പറഞ്ഞു തുടങ്ങി. 4000 കുതിരകൾ, 2000 തേരുകൾ, 100 ഉത്തമ ഗജങ്ങൾ, നാനാതരത്തിലുള്ള വാണിഭങ്ങളോടുകൂടിയ വീഥികൾ എന്നിവയെല്ലാം ശത്രുഘ്നനെ പിന്തുടരട്ടെ. നർത്തകന്മാർ, ഗായകന്മാർ എന്നിവരും ഉണ്ടാകണം. മാറ്റേറിയ പൊന്നാണയങ്ങൾ 1,00,000 കൊണ്ടുപോയിക്കൊള്ളൂ. കുമാര, യാത്രയ്ക്ക് വേണ്ടവ ഏതെല്ലാമോ അതെല്ലാം കൊണ്ടുപോകാം. ഹേ വീര, സന്തുഷ്ടമാനസരായി സൈന്യങ്ങൾ സസുഖം വസിക്കത്തക്ക വിധം നല്ല വാക്കുകൾ കൊണ്ട് അവരെ യോജിപ്പിച്ച് ഭരിക്കണം. ഭൃത്യന്മാർക്ക് ഏതെങ്കിലും വിധത്തിൽ അസുഖമുണ്ടായാൽ സമ്പത്തും ഭാര്യ ബന്ധുജനങ്ങളും സസുഖം വസിക്കുകയില്ല, വിട്ടുപിരിയും. കുമാര രഘുനന്ദന, സന്തുഷ്ടരായ വൻ സൈന്യത്തെ ഇപ്പോൾ തന്നെ അയക്കൂ. ചാപബാണധാരിയായി നീ ഒറ്റയ്ക്ക് മതി മധുവിൻ്റെ കാട്ടിലേക്ക് പോകുവാൻ. ലവണ മഹാസുരൻ ഒട്ടും തന്നെ സംശയിക്കാൻ ഇട നൽകാത്ത വിധത്തിലാകണം നീ എത്തുവാൻ. അല്ലെങ്കിൽ ഒരിക്കലും ഒരാൾക്കും നിഗ്രഹിക്കുവാൻ അവനെ സാധിക്കുന്നതല്ല. നേരിട്ട് കണ്ടാൽ എതിർത്താൽ ഏതൊരുവനെയും ഹനിക്കുവാൻ ലവണന് കഴിയും. വേനൽക്കാലം അവസാനിക്കാറായി. വർഷകാലത്തിൽ അസുരശ്രേഷ്ഠന്റെ അടുത്തെത്തണം. അവനെ വധിക്കുവാനുള്ള തഞ്ചം അതാണ്. ഈ മാമുനീന്ദ്രന്മാരുടെ പിന്നാലെ നിന്റെ സൈന്യങ്ങളെല്ലാം പോകട്ടെ. വേനൽക്കാലം കഴിയുന്നതിന് മുമ്പ് ഗംഗാനദി കടക്കണം. ഭാഗീരഥിയുടെ മറുകരയിൽ സൈന്യങ്ങൾ വിശ്രമിക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് വില്ലും അമ്പും എടുത്ത് അവൻ്റെ മുന്നിൽ എത്തുക. അഗ്രജന്റെ ആജ്ഞകൾ അക്ഷരം പ്രതി അനുഷ്ഠിക്കുവാൻ തയ്യാറായ ശത്രുഘ്നൻ മഹാശക്തരായ സൈന്യങ്ങളെ മുഴുവൻ വരുത്തി. നിങ്ങൾക്ക് നിശ്ചയിച്ച പ്രദേശത്തിൽ പോയി വസിക്കുക. തമ്മിൽ പിണങ്ങുകയോ ഏതെങ്കിലും വിധത്തിൽ മറ്റൊരാൾക്ക് ഉപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ ആജ്ഞ കൊടുത്ത് ആ വലിയ സൈന്യത്തെ സ്വോത്സാഹം അയച്ചു. കൗസല്യ, സുമിത്ര, കൈകേയി എന്നിവരെ സാഷ്ടാംഗം നമസ്കരിച്ചു. ശ്രീരാമദേവനെ 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് പ്രണമിച്ചു. അതേപോലെ തന്നെ ഭരതൻ, ലക്ഷ്മണൻ, ഗുരുവരനായ വസിഷ്ഠൻ എന്നിവരെയും. ഗഹനാശയനും ശത്രുതാപകനുമായ സൗമിത്രി, ഉത്തമങ്ങളായ മധ്യാനകൾ, അശ്വരണങ്ങൾ തുടങ്ങിയ സൈന്യ നിവാഹങ്ങളെ മുഴുവൻ അയച്ച് 1 മാസം മുഴുവൻ ജ്യേഷ്ഠന്മാരെ പിരിയാതെ വസിച്ചു. വർഷകാലം സമാഗതമായപ്പോൾ ലവണാസുര നിഗ്രഹത്തിന് തയ്യാറായി. ബ്രഹ്മഋഷിവരന്മാരും ഒന്നിച്ച് നിർബാധം സൈന്യങ്ങളെല്ലാം പോയി. 1 മാസം കഴിഞ്ഞാറെ രഘുനന്ദനൻ ഒറ്റയ്ക്ക് ചാപമാണാദി ആയുധങ്ങൾ ധരിച്ച് പുറപ്പെട്ടു. പുണ്യസങ്കേതമായ ശ്രീ വാൽമീകി ഭഗവാന്റെ ആശ്രമത്തിൽ മഹാശൂരനായ ദശരഥനന്ദനൻ 2ാമത്തെ ദിവസം എത്തി. തൊഴുത് നമസ്കരിച്ച്, ഭഗവാനെ, ഗുരുകാര്യവശാൽ വന്ന ഞാൻ ഇന്ന് ഇവിടെ പാർക്കുന്നു. ഘോരാരണ്യങ്ങളോട് കൂടിയ പശ്ചിമ ദിക്കിലേക്ക് നാളെ പ്രഭാതത്തിൽ യാത്ര തുടരാം. ശത്രുഘ്നന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് ബ്രഹ്മഋഷി, സുകീർത്തിമാനായ ശത്രുഘ്നന, സ്വാഗതം. ഈ ആശ്രമം അങ്ങയുടെ സ്വഭവനമാണെന്നേ കരുതാവൂ. യാതൊരു സംശയലേശവും കൂടാതെ പാദ്യം, അർഘ്യം, ആസനം എന്നിവ സ്വീകരിക്കൂ. ഭഗവാൻ വാൽമീകിയുടെ സൽക്കാരങ്ങൾ കൊണ്ട് അടക്കുവാൻ കഴിയാത്ത ആനന്ദമുണ്ടായി കുമാരന്. കായ്ക്കിഴങ്ങുകൾ അത്താഴമായി ഭക്ഷിച്ചപ്പോൾ അപൂർവമായ സംതൃപ്തിയും. ഭക്ഷണാനന്തരം വിശ്രമിക്കുന്ന മുനി വ്യാഘ്രനോട്, ഭഗവാനെ, ഈ ആശ്രമത്തിന്റെ കിഴക്ക് ഭാഗത്തായി കാണുന്ന ഈ അഗ്നസമ്പദ് പ്രദേശം ആരുടേതാണ്? ദാശരഥിയുടെ ചോദ്യം കേട്ട് മന്ദഹാസത്തോടെ മാമുനീന്ദ്രൻ മറുപടി അരുളി, ശത്രുഘ്നന, കേൾക്കൂ. പണ്ട് ഇത് ആരുടെ യാഗസ്ഥലമായിരുന്നു എന്ന ചരിത്രം. നിങ്ങളുടെ പൂർവികനായി സുദാസൻ എന്നൊരു പെരുമാൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ അന്വർത്ഥനാമാണ്. അതിധാർമ്മികനും കൂടിയായിരുന്നു. സൗദാസൻ ബാല്യത്തിൽ തന്നെ ഏറ്റവും ശൂരനായതിനാൽ വേട്ടയാടി നിർഭയം നടക്കും. ഒരു ദിവസം ഒരു മഹാരണ്യത്തിൽ വെച്ച് 2 അരക്കന്മാരെ കണ്ടു. വ്യാഘ്രരൂപം ധരിച്ച് എപ്പോഴും ചുറ്റി നടക്കുന്ന ആ ഘോര രാക്ഷസന്മാർക്ക് സന്തോഷമോ തൃപ്തിയോ കൈവരാറില്ല. 1000കണക്കിൽ ജന്തുക്കളെ കൊന്ന് ഭക്ഷിക്കും. ആ വൻകാട്ടിലെ മൃഗങ്ങളെ മുക്കാലും തിന്നിട്ടും അതൃപ്തരായി നടക്കുന്ന ക്രൂരന്മാരെ കണ്ട അർജുൻ ക്രുദ്ധനായി. ഉഗ്രവും നിശിതവുമായ ബാണത്താൽ ഒരസുരനെ നിഗ്രഹിച്ചു. കോപവും താപവും ഇല്ലാതെയാണ് ഹതനായവനെ ഭൂപതി കുമാരൻ നോക്കിക്കൊണ്ടു നിന്നത്. അദ്ദേഹം ഇങ്ങനെ നോക്കുന്നത് മറ്റേ രാക്ഷസന് കൊടും വ്യസനവും കോപവും ഉണ്ടാക്കി. സൗദാസനോട്, ഹേ ദുഷ്ട, യാതൊരു തെറ്റും ചെയ്യാത്ത ചെങ്ങാതിയെ വധിച്ച അങ്ങയോട് ഞാൻ പ്രതികാരം ചെയ്യാതിരിക്കുകയില്ല. ആ നിശാചര പ്രമുഖൻ പെട്ടെന്ന് അവിടെ തന്നെ മറയുകയും ചെയ്തു. വർഷങ്ങൾ പലതു കഴിഞ്ഞു. സുദാസൻ ദിവംഗതനായി. പുത്രനായ വീരസുഹൻ രാജാവായി. ഈ കാണുന്ന സ്ഥലത്ത് ഒരു മഹായജ്ഞം ആരംഭിച്ചു. അശ്വമേധ മഹായാഗത്തെ കാത്തുകൊണ്ടിരുന്നത് ഋദ്ധിക് കുലാചാരനായ ബ്രഹ്മഋഷി വസിഷ്ഠനായിരുന്നു.
അനേകം വത്സരങ്ങൾ കൊണ്ട് ആ മഹായാഗം നടന്നു. എല്ലാവിധത്തിലുള്ള സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ട് ദേവേന്ദ്രന്റെ യജ്ഞത്തെ പോലെയായി. പണ്ടത്തെ പകയും വെച്ച് അസുരൻ കാത്തിരിക്കുകയാണ്. യാഗാവസാനത്തിൽ ഭഗവാൻ വസിഷ്ഠന്റെ രൂപത്തിൽ അവൻ അരജന്റെ അടുത്തു ചെന്ന് യജ്ഞം ഭംഗിയായി അവസാനിച്ചു. മാംസത്തോടു കൂടിയ ഭക്ഷണമാണ് ഇന്നെനിക്ക് വേണ്ടത്. മറ്റൊന്നും ആലോചിക്കേണ്ട, വേഗം ഒരുക്കൂ. ബ്രഹ്മർഷി രൂപത്തിൽ അരക്കൻ പറഞ്ഞത് കേട്ട നരപാലകൻ പാചക വിദ്വാൻ നിപുണനെ വിളിച്ചു. മാംസത്തോടു കൂടിയ ഹവിഷ്യാന്നം സ്വാദിഷ്ടമായി അതിവേഗത്തിൽ ഉണ്ടാക്കണം. ഗുരുപ്രീതി ഉണ്ടാകത്തക്ക വിധത്തിലുള്ള മൃഷ്ടാന്നമാകണം. രാജേന്ദ്ര ശാസനത്താൽ വെമ്പലോട് കൂടിയ വെപ്പുകാരൻ പാചകശാലയിലേക്ക് ഓടി. എന്നാൽ പാചകക്കാരനായി വന്നതും ആ അസുരൻ തന്നെയായിരുന്നു. മനുഷ്യമാംസം ഭംഗിയായി പതിച്ച് അവൻ രാജസമീപത്തിലെത്തി. സാധാരണ ഹവിഷ്യാന്നം മാംസ സമ്മിശ്രമായി തയ്യാറാക്കിയിരുന്നു. പത്നിയായ മായന്തികയും ഒന്നിച്ച് മന്നവൻ മനുഷ്യമാംസത്തോടു കൂടിയ ഭോജ്യം ബ്രഹ്മർഷിക്ക് കൊടുത്തു. പാത്രത്തിൽ തൻ്റെ മുമ്പിലിരിക്കുന്നത് നരമാംസമാണെന്നറിഞ്ഞ ഭഗവാൻ പെട്ടെന്ന് കോപം കൊണ്ട് അവനീപതിയോട്, ഹേ നൃപ, ഈ ഭോജനം എനിക്ക് നൽകുവാനാണല്ലോ നീ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നിന്റെ ഭക്ഷണം മേലിൽ ഇതായിത്തീരും തീർച്ച. താൻ ചിന്തിക്കുക പോലും ചെയ്യാത്തതിന് ശാപം ഏകിയത് കേട്ട സൗദാസൻ വെള്ളം കയ്യിലെടുത്ത് ശപിക്കാനൊരുങ്ങിയപ്പോൾ സഹധർമ്മിണി തടുത്തുകൊണ്ട്, മഹാരാജാവേ, ഭഗവാൻ വസിഷ്ഠൻ നമ്മുടെ പ്രഭുവാണ്. ദേവതുല്യനായ ഗുരുവരനെ പ്രതിശപിക്കുവാനുള്ള കരുത്ത് അവിടേക്കില്ല. കോപം ഒതുക്കിയ രാജാവിൻ്റെ കരത്തിലുള്ള ജലത്തിൽ കോപ തേജസ്സു കലർന്നു. ആ ധാർമ്മികൻ അത് കളഞ്ഞപ്പോൾ 2 കാലുകളും നനഞ്ഞുപോയി. രാജാവിൻ്റെ പാദങ്ങൾ രണ്ടും ഉടനെ കൽമഷമായി തീർന്നു. അന്നു മുതൽ സൗദാസൻ എന്ന മഹാകീർത്തിമാന് കൽമഷപാദൻ എന്ന പേർ പ്രസിദ്ധമായി. പത്നി സമേതനായി തന്നെ മഹാരാജാവ് ബ്രഹ്മർഷിയുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവരൻ നിർദ്ദേശിച്ചത് മാത്രമാണ് താൻ ചെയ്തതെന്ന് വീണ്ടും വീണ്ടും അറിയിച്ചു. നൃപേന്ദ്രന്റെ വാക്കുകൾ കേട്ട ബ്രഹ്മർഷിക്ക് ഇതെല്ലാം ആ അരക്കന്റെ പണിയാണെന്ന് മനസ്സിലായി. വത്സ, മുഴുത്ത കോപത്താൽ ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഇപ്രകാരം ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് വെറുതെയുമാവുകയില്ല. എന്നാൽ ഞാൻ ഒരു അനുഗ്രഹവും കൂടി തരാം. 12 സംവത്സരം കഴിഞ്ഞാൽ ശാപമോക്ഷം കിട്ടും. അന്ന് എൻ്റെ പ്രസാദത്താൽ ഈ കഴിഞ്ഞതൊന്നും അങ്ങേക്ക് ഓർമ്മ വരില്ല. ആ രാജാവ് ശാപം ഇപ്രകാരം അനുഭവിച്ചു. 12 ആണ്ട് കഴിഞ്ഞു. അരിസൂതകനായ സൗദാസൻ രാജ്യം നേടി നാട്ടുകാരെ നന്നായി പരിരക്ഷിച്ചു. ഇങ്ങനെ കൽമഷപാതനായി തീർന്ന ആ മഹാരാജാവിൻ്റെ യജ്ഞഭൂമിയാണ് ഈ ആശ്രമ സമീപത്തിൽ കുമാരൻ ചോദിച്ച സ്ഥലം. സൗദാസ രാജേന്ദ്രൻ്റെ ഘോരതരമായ കഥ കേട്ട രഘുനന്ദനൻ മാമുനിയെ അഭിവാദ്യം ചെയ്ത് പർണശാലയിൽ നിന്ന് അകത്തേക്ക് പോയി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.